Hi. Good morning. Good morning. ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ. അയ്യോ ഇതാ ഗുഡ് മോർണിംഗ്. ഇതാണോ ഗുഡ് മോർണിംഗ്? പറ ഗുഡ് മോർണിംഗ് പറ. ഇല്ല 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 അമ്മയുണ്ട്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതായിപ്പോൾ എണീച്ചു. ഞാൻ ഫ്രഷായി, ഷുട്ടുവിനെ ഒന്ന് പല്ലൊക്കെ തെപ്പിച്ച് ഫ്രഷാക്കി, ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. നമുക്ക് എന്താ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ പോകണം. ക്ലീനിങ് പരിപാടിയൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഇനിയിപ്പം വേഗം ചായ കുടിച്ചിട്ട് പോകാൻ റെഡി ആവണം. അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. ഇന്ന് നമ്മൾ വൈകുന്നേരം വരെ അവിടെ ആയിരിക്കും. പിന്നെ ഈവനിങ് ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവാം. ചായ കുടിക്കാം നമുക്ക്. അമ്പോ അയ്യോ വാ, അച്ഛമ്മനെ കണ്ടില്ലല്ലോ ഷുട്ടു. അച്ഛമ്മനെ കാണാൻ പോണ്ടേ? നമ്മളിന്ന് എവിടെയാ പോവാ? കാവിലെ വീട്ടില്. കാവിലെ ആരെ വീടാ? വാ പോവാ. കൂമ്പ് വറവ്, അപ്പം ഇത് ഉച്ചക്കേക്കുള്ള കൂമ്പ് വറവ് അമ്മയാക്കുന്ന. നമുക്ക് ഇന്നലത്തെ ബിരിയാണി ഉണ്ട്. ഇത് അച്ഛന് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചോറ്. എന്നാ അമ്മ കറി വെച്ച അച്ഛന്? തക്കാളിക്കറി. അപ്പം നമ്മൾ ചോറെല്ലാം എടുത്തിട്ട് പോവും. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചപ്പാത്തി ചോറ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ചായയെല്ലാം കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും. ഞാൻ ഇപ്പോൾ എന്തായാലും ചായേൻ്റെ പരിപാടിയെല്ലാം നോക്കട്ടെ. എൻ്റെ ഫോണിൽ തീരെ ചാർജില്ല. ഞാൻ കുത്തിയിട്ടാലേ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാം. നമ്മൾ ചായയെല്ലാം കുടിച്ച് പെട്ടെന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്ന് ഫ്രഷപ്പ് ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ റെഡി ആയിട്ട് പോകണം. നമ്മൾ റെഡി ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഷാട്ടപ്പാടേന്ന് റെഡിയായി ഇതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അമ്മയും കൂടെ വരണം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങി. എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് അടിക്കുമ്പോഴേക്കും ഇയാളുടെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കലാന്ന് കേട്ടോ. അപ്പം തന്നെ ചിരിച്ചോണ്ട് നല്ല വൃത്തിയിൽ പോസ് ചെയ്ത് തരും. അത് പിന്നെ ക്യാമറക്ക് പോസ് ചെയ്യുമ്പോൾ ഇവളുടെ ചിരി ഒരുമാതിരി ചിരിയാണ്. അത് സാധാരണ ചിരിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ കോമിക്കായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ വണ്ടി കയറി നമ്മൾ എല്ലാവരും കൂടെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുട്ടപ്പോൾ ഫോണിലായതുകൊണ്ടാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത്. നമ്മൾക്കിപ്പോൾ ഇവിടുന്ന് എന്തായാലും ഒരു അരമണിക്കൂറിലധികം എടുക്കും നമ്മൾ വീട്ടിലേക്ക് എടുക്കാൻ. അരമണിക്കൂർ പോരാ ആക്ച്വലി. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടത് കൊണ്ട് നമ്മൾ നോർമലി പോകുന്നതിനും ഭയങ്കര ലേറ്റായിട്ട് എത്തുള്ളൂ. അത് നമ്മളെല്ലാവരും കൂടെ വീട്ടിലെത്തി. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ കുറച്ച് ഒരു 2-3 ദിവസം കൂടുമ്പോൾ വന്ന് ചെയ്യലുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ദിവസം കൂടിയിട്ടാണ് വരുന്നത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ വീട്ടിലെത്തി. ഇനിയിപ്പം മെല്ലെ മെല്ലെ ഓരോ പരിപാടിയായിട്ട് തുടങ്ങണം. ഷുട്ടു ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിൽ വാ. വെള്ളം കുടിക്കുന്ന തിരക്കിലാള്. വേണ്ട ഷുട്ടു കറണ്ട്. നമ്മളിവിടെ നിൽക്കാത്തതുകൊണ്ട് നമ്മൾ ടി വി ഒന്ന് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് റീചാർജ് ചെയ്ത് ഇവിടെ ഒന്ന് സെറ്റാക്കി ഇരുത്തണം. അപ്പോൾ നമ്മൾ ടി വി റീചാർജ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഇരുത്താൻ പറ്റൂ. എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നമ്മൾ അതെല്ലാം ചെയ്യട്ടെ. ആ ഷുട്ടൂന് ടി വി എല്ലാം റീചാർജ് ചെയ്ത് കൊടുത്ത് കോക്കോമലണും വെച്ചാടി ഇരുത്തിയിട്ട് കുട്ടപ്പം പോയി. ഓർക്ക് പിന്നെ നമ്മളെ ടൗണിൽ പോയിട്ട് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ടായിരുന്നു. ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് ഓർ അങ്ങോട്ടേക്ക് പോയി. എന്നാൽ പിന്നെ അധികം ഇരുന്ന് ടൈം കളയണ്ടെന്ന് വെച്ച് ഞാനും അമ്മയും കൂടെ പണിയിലേക്ക് അങ്ങ് കടന്നു. ഞാൻ അടിച്ച് വാരി എല്ലാം തുടച്ച് ഇതായി വരുമ്പോഴേക്കും എന്താ പറയുക, ഒരു ടൈം എടുക്കും എന്തായാലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ദിവസമായി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അതുകൊണ്ട് നല്ല പൊടിയും ഫുള്ള് പല്ലിക്കാട്ടോ എല്ലാം ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി വരണം അടിച്ച് വാരിയിട്ട്. അല്ലാണ്ട് നമ്മൾ തുടച്ചാൽ മാത്രമെല്ലാം പോവില്ലല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ പണിയുള്ളത് നമ്മളെ പുറത്തെ സിറ്റ് ഔട്ടിലും മേലത്തെ സിറ്റ് ഔട്ടിലും ആയിരുന്നു. അതിന് ഞാൻ ഈ അകം തുടക്കുമ്പോൾ അമ്മ പുറത്തത്തെ സിറ്റ് ഔട്ട് വെള്ളം അടിച്ച് കഴുകിക്കളയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാ ഒരാളെ കണ്ടില്ല അനങ്ങാണ്ട് ഇരുന്നിട്ട്. ടി വിയിൽ കൊക്കോമലം കിട്ടിയാൽ പിന്നെ ആൾക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ
അത് വെച്ചുകൊടുത്ത് അവിടെ ഇരുത്തി, അല്ലെങ്കിൽ അവൾ എന്നെ ഒന്നും ചെയ്യാനും വിടില്ല. ഞാൻ ഈ തുടങ്ങുന്ന സമയം കൊണ്ട് ഈ ബക്കറ്റിലുള്ള വെള്ളമെല്ലാം മൊത്തം അവളവിടെ തട്ടിമറിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ സമാധാനപരമായിട്ട് അവിടെ ഇരുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒരു പരിപാടിയും നടക്കില്ല. ഇവിടെ ആണെങ്കിൽ ഇതില്ലാണ്ട് ശരിയാവുകയില്ല. എന്ന് വെച്ചാൽ നമ്മൾ പൂട്ടിയിട്ട സ്ഥലമാണല്ലോ. അവൾ ആടെയും പോയി ഇടിയും പോയി എല്ലാം വലിച്ച് കഴിഞ്ഞിട്ടാകുമ്പം വെറുതെ അവളുടെ മേത്ത് പൊടിയാവലും അതൊക്കെ പരിപാടിയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതും വെച്ചു കൊടുത്ത് അനങ്ങാണ്ട് അവിടെ സൈഡാക്കി വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ അന്നൊരു ദിവസം ആണ് വന്നിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കുറേ ആയി ആക്ച്വലി ഇവിടെ വന്ന് താമസിക്കാത്തത്. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ വരാനും പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പൊടിയും സംഭവങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ പെട്ടെന്ന് വന്നിട്ട് ക്ലീൻ ആക്കുന്നതുകൊണ്ടാണ് വലിയൊരു നമുക്കെന്താ പറയുക ഒരു അപാകതയൊന്നും തോന്നാത്തത്. അല്ലെങ്കിൽ മൊത്തം അറിയാമല്ലോ പൂട്ടിയിടുന്ന വീടാകുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ആന ഷുട്ടൂപ്പ് ഇത് ഐ ലവ് യു മമ്മിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവളുടെ കറണ്ട് ഫേവറേറ്റ് സോങ് ഇതാട്ടോ. ഇങ്ങനെ പാടിക്കൊണ്ടും നടക്കും, അങ്ങനെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയും ചെയ്തോളും. അപ്പം അതിൽ ലയിച്ചിട്ടുള്ളത്. ജ്യൂസ് എടുക്കട്ടാ. അങ്ങനെ താഴത്തെ ഏകദേശം നമ്മൾ തുടച്ച് അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെക്കാം. ഞാൻ ഇനിയിപ്പോൾ ഇവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് വേണം മേലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ജ്യൂസ് അടിച്ചിട്ട് ബാക്കി പരിപാടി. അങ്ങനെ നമ്മളെ താഴത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ചായ കുടിച്ചിട്ട് മേലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു അമ്മ. ഞാൻ പെട്ടെന്നെല്ലാം ചെയ്തിട്ട് വരാൻ തന്നെ വിചാരിച്ച, പക്ഷേ അമ്മക്ക് ഒന്നും ഞാൻ ഒറ്റയ്ക്ക് ഫുള്ളായിട്ട് ചെയ്യിക്കുന്നതൊന്നും അമ്മക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്കും ഒന്നുകിൽ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അമ്മക്ക് കുറച്ച് എന്തെങ്കിലും ചെയ്യണം. ഒറ്റയ്ക്ക് ഫുള്ളായിട്ട് നീ അത് ചെയ്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടത്തേ ഇല്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാനും ചെയ്യാമെന്ന് പറയാം. അത് എത്ര സുഖമില്ല, എത്ര കയ്യില്ലെങ്കിലും പറയും നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, ഞാനും ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഇതാ കണ്ടില്ലേ. ഇപ്പോൾ അമ്മ ഞാൻ ജ്യൂസ് ആക്കുമ്പോഴേക്കും ഒന്ന് അടുക്കളയൊക്കെ ശരിയാക്കിയിട്ട് അടുക്കള അമ്മ തുടച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് വരുമ്പം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്കി വാട്ടർ മെലൺ ഉള്ളത് നമ്മളിങ്ങോട്ടേക്ക് എടുത്ത് എന്നാൽ പിന്നെ ഇവിടുന്ന് കൊടുക്കാമല്ലോ. നമ്മൾ വരുമ്പം പാലൊക്കെ വാങ്ങിയിട്ട് വന്നു. ചായ വെച്ച് കുടിക്കണമല്ലോ. അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ താഴത്തെ ക്ലീനിങ് പരിപാടിയെല്ലാം ഏകദേശം ഒന്ന് ഫിനിഷായി. ഇനി എന്തായാലും ചായ കുടിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി മേലെയാണ് പരിപാടി ഉള്ളത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ചായ വെക്കട്ടെ. ഇന്നലത്തെ ബാക്കി ബിരിയാണി അങ്ങനെ എന്നെ ഇങ്ങോട്ടേക്ക് എടുത്തതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ചായ വെക്കട്ടെ. അങ്ങനെ ഞാൻ ഷുട്ടൂന് ജ്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കുറേ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറും സംഭവങ്ങളും ഗുളികയുടെ കവറും എല്ലാം ഉണ്ടായിന്. അമ്മ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അതിങ്ങനെ മാറ്റി തിരിച്ചിട്ടാൽ മാത്രമല്ലേ മറ്റേ നമ്മുടെ ഹരിതസേനേൻ്റെ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കവർ തിരിച്ചിടുമായിരുന്നു അമ്മ. അത് എന്താ പറയുക, നമ്മൾ ഗുളികേൻ്റെ കവർ വേറെ, നമ്മളെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവേഴ്സ് വേറെ, അതെല്ലാം വേറെ തന്നെ നമ്മൾക്ക് മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ അവരെടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരെടുക്കാണ്ട് പോയി കളയും. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുമായിരുന്നു അമ്മ. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഇപ്പോൾ പോയപാടെ നമുക്ക് മിറ്റടിച്ച് സെറ്റാക്കലൊന്നും ശരിയാവില്ല. അത് പതുക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ അകമൊക്കെ ക്ലീൻ ആക്കാനാണ് ഫസ്റ്റ് തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ താഴത്തെ വീട്ടിൽ കുട്ടികളുള്ളതുകൊണ്ട് അവർ വന്നാൽ കുറച്ച് സമയം ഷുട്ടൂന് പിന്നെ ഒരു സമാധാനമാണ്. എനിക്ക് മെല്ലെ ഉള്ള ടി വിൻ്റെ അടുക്കുന്ന അങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ അവരിപ്പോൾ അവിടെ എന്തോ പണിയില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ അവർ വരാത്തത്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. അതിനിതാ നമ്മൾ ചായയൊക്കെ കുടിക്കാനുള്ള പരിപാടിയിലേക്കായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ടി വിയിൽ ഷുട്ടൂൻ്റെ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫുൾ വോയിസിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. പക്ഷേങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല ഈ ഒരു സാഹചര്യത്തിൽ. അതിനിതാ നമ്മുടെ ചായയൊക്കെ റെഡിയായി. ഞാനും അമ്മയും കൂടെ ചായ എടുത്ത്, പഴമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പഴം എടുത്ത് ഞാൻ ഒന്ന് ആളുടെ കയ്യിൽ കൊടുത്തു. ഓൾ ഫുള്ള് എന്താ പറയുക, ടി വിയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്നും ഓൾ കേൾക്കുന്ന തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ചായയും പഴവും ബിസ്ക്കറ്റൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചു. നല്ല മിൽക്കിൻ്റെ ബിസ്ക്കറ്റായിരുന്നു. കുറേ നാൾ കൂടിയിട്ട് കഴിച്ചിട്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയിൽ കുത്തി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു. അമ്മയും വന്നിരുന്ന് നമ്മളോട് ചായയെല്ലാം കുടിച്ച്. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് പതുക്കെ മേലേക്ക് കയറണം. അത് ഇവൾ കാണാണ്ട് വേണം കയറാൻ, അല്ലെങ്കിൽ ഞാൻ മേലേക്ക് കയറുന്ന കണ്ടാൽ ആൾ വിടില്ല, പിന്നാലെ വന്ന് കളിയും. അതുകൊണ്ട് ഞാൻ പതുക്കെ
പതുക്കെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് മെല്ലെ എല്ലാ സംഭവം എടുത്തിട്ട് മേലേക്ക് പോയി. മേലത്തെ സിറ്റ് ഔട്ട് പിന്നെ തുറക്കാത്തതാണ് നല്ല ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അത്രയും കച്ചറയായിരുന്നു. സിറ്റ് ഔട്ട് മൊത്തം അലമ്പായി കിടക്കായിരുന്നു. കുറേ ചപ്പും ചവറും എല്ലാ സാധനങ്ങളും ഉണ്ടായിന്. അപ്പോൾ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു അമ്മ വരാമെന്ന്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മ കേൾക്കുന്നില്ല. ഞാൻ വരാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വരുമ്പോഴേക്കെന്നാൽ പിന്നെ ഞാൻ അകമൊക്കെ ഒന്ന് തുടച്ചടിച്ച് വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയെല്ലാം കുടിച്ച് ഞാൻ മേലെ എത്തി. ഇനിയിപ്പോൾ മേലത്തെ പരിപാടിയെല്ലാം വേഗം വേഗം കഴിക്കണം. മേലെയും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്ക് കൂടുതലും സിറ്റ് ഔട്ടിലാണ് ഫുള്ള് പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവുക. ബിക്കോസ് സിറ്റ് ഔട്ട് ആണല്ലോ. അപ്പോൾ അവിടെയാണ് മെയിനായിട്ടൊന്ന് ക്ലീൻ ആക്കേണ്ടത്. താഴത്തെ പോലെ തന്നെയാണ് മേലെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ. ഇവിടെ എല്ലാ റൂമിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് ഇങ്ങനത്തെ കാർപ്പറ്റ്സ്. അപ്പോൾ അത് നോക്കി നമ്മൾ ശരിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് വന്ന് ആലും കുത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും നിൽക്കാത്തതുകൊണ്ട് നമ്മൾ താഴത്തെല്ലാം ഏകദേശം ഒന്ന് മടക്കി സൈഡിൽ അവിടെ വെക്കും. ആരെങ്കിലും ഗസ്റ്റെല്ലാം വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മളത് വിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാറുള്ളൂ. അതുപോലെ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങൾ നമ്മൾ തുടച്ചെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്തും കുറേ ചെതളും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഇൻറ്റീരിയർ എന്ന് പറയുന്ന സംഭവമില്ലേ, കാണുമ്പം ഭയങ്കര രസമായിരിക്കും. പക്ഷേ അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതന്നെ ഇപ്പോൾ നമുക്കിങ്ങനെ വരാൻ പറ്റുന്ന സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ വന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നതേ ഉള്ളൂ. അങ്ങനെയും പറ്റാത്ത എത്രയോ വീടുകളുണ്ടല്ലേ, അതെല്ലാം പോകും കുറേയൊക്കെ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ കാർപ്പറ്റൊക്കെ എല്ലാം എടുത്ത് നേരെ വെച്ച് സംഭവങ്ങളൊക്കെ മാറ്റി തുടച്ച് വെക്കുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് പോകുന്ന സമയത്തുണ്ടല്ലോ കിടക്കയിലൊക്കെ ഫുള്ള് ഉറുമ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിനനുസരിച്ച് എല്ലാം നോക്കിയും കണ്ടും തട്ടി മുട്ടിയൊക്കെ എടുത്തു വെച്ചില്ലെങ്കിൽ പിന്നെ ഉറുമ്പ് കുത്തി എല്ലാ സാധനങ്ങളും നശിച്ചു പോവും. അപ്പോൾ അതൊക്കെ അച്ഛനായിരുന്നു നോക്കലുണ്ടായിരുന്നത്. പക്ഷെ അച്ഛൻ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ അകമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കുമ്പോഴേക്കും ഇത് അമ്മ ഇതാ സിറ്റ് ഔട്ടൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ ഏകദേശം ക്ലീനിങ് എൻഡായി എന്ന് പറയാം. അങ്ങനെ നമ്മളെ ക്ലീനിങ്ങും പരിപാടിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്ലറച്ചുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൊത്തം വേർത്ത് പണിയായതുകൊണ്ട് ഞാൻ ഒന്ന് കുളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വേണം ചുട്ടൂന് ചോറ് കൊടുക്കാൻ. അതൊക്കെ ഉറക്കെല്ലാം വരുന്നുണ്ടാവും. AC ഇട്ടേക്കും പോയോ ബാറ്ററി ഊരിയിട്ടിട്ടുള്ള. അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ചുട്ടൂനെ ഞാൻ കുറേ നേരമായി അവിടെ ഇരുത്തിയിട്ട് അവളെന്നാ ചെയ്യുന്നതെന്ന് തന്നെ അറിയില്ല. അവൾ എഴുന്നേറ്റോ അല്ലെ പിള്ളേരുടെ കൂടെ കളിക്കലാന്നോ ഒന്നും അറിയില്ല. TV തന്നെയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് പോയിട്ട് എണീപ്പിച്ച് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. കാരണം ഇങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രമേ ഞാൻ TV വെച്ചു കൊടുത്ത് എന്താ പറയുക അവിടെ ഇരുത്താറുള്ളൂ. അത് തന്നെ എനിക്ക് കുറേ ടൈം ആകുമ്പോൾ ഇങ്ങനെ ടെൻഷനാണ് TV കാണുന്നതുകൊണ്ടുള്ളത്. എന്താ വെച്ചാൽ കണ്ണ് പോകുമെന്നുള്ള ടെൻഷനാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ അവർക്ക് ഫോണോ TVയോ കൊടുക്കാണ്ട് ഇങ്ങനെ പിടിച്ച് വെക്കുന്നത്. അത്രക്കൊന്നും പോസിബിൾ അല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട്. ക്വിക്കായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഷവർ പാസ്സാക്കി. മൊത്തം ഞാൻ വേർത്തൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചത്. ഇനിയിപ്പോൾ ഞാൻ താഴെ പോയിട്ട് ചുട്ടൂന് ഫുഡ് കൊടുക്കട്ടെ. പാവാക്ക് വിശക്കുന്നുണ്ടാവും. ഞാൻ കുറേ നേരമായി ഞാൻ മൈൻഡ് ചെയ്യാത്ത ആളിനെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് കാണാം. എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ചാർജില്ല. അപ്പോൾ അതൊന്ന് ഇവിടെ കുത്തിയിട്ടിട്ട് ഞാൻ പോയിട്ട് അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് വരാം. ഓക്കെ, അവൾക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഞാൻ ചായ കുടിച്ചുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ല. പിന്നെ ആൾക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ അവൾ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാം. ഓക്കെ, ചുട്ടുതാരല്ല വന്നേ ബാബ കാച്ചനാ. ചുട്ടുന്ന റൈസ് മാത്രം മതി അമ്മ. ഇതെവിടെ ഇരുന്നിന് നീ? അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതാ ചുട്ടൂന് ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവർക്ക് ഫുഡ് കൊടുത്തു, ചുട്ടൂന് ഫുഡ് കൊടുത്തു. പിന്നെ നമ്മളും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ വന്നുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കലെല്ലാം ഭയങ്കര അലമ്പ് പരിപാടിയായിരുന്നു. കളിക്കാനുള്ള വിചാരത്തിൽ ഇങ്ങനെ ഓടി നടക്കേണ്ട ഒരു ടെൻഡൻസി ആയിരുന്നു അവൾക്ക്. അതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല എന്നുള്ള രീതിയിലാക്കി പിന്നെ ഇതാ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ആള്. കാണുന്നില്ല, അങ്ങോട്ടേക്ക് പോയി, ആ റൂമിൽ പോയി. ചുട്ടു ആ റൂം പോയിട്ടുണ്ട്, പോയി നോക്ക്.
കണ്ട് പിള്ളേർ വന്നോണ്ട് പിന്നെ ചുട്ടു ഭയങ്കര ആക്റ്റീവായി. അതുകൊണ്ട് ആ TV ഓഫ് ചെയ്തു, എനിക്ക് സമാധാനമായി. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പം സമയം ഉച്ച, അവൾ ഉറങ്ങുന്ന ടൈമായിട്ടുണ്ട്. ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് എങ്ങനെ ഉറക്കാമെന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നത്. എന്താ പറയുക, പിടിച്ചു കിടത്തി ഉറക്കിയില്ലെങ്കിൽ ലേറ്റായിട്ട് എണീക്കുകയും ചെയ്യും. നമുക്ക് വൈകുന്നേരം പോകാൻ വേണമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും പതുക്കെ കൊണ്ടുപോയി ഉറക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനിതാ ഷുട്ടൂപ്പി നല്ല ഉറക്കമായി. കുട്ടിയുടെ താഴെ പോയി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അന്നൂസ് ഇവളെ വെയിറ്റ് ചെയ്ത് സോഫയിൽ ഉറങ്ങിപ്പോയി. ഞാൻ താഴെ വന്ന് നോക്കുമ്പം അന്നൂസ് സോഫയിൽ കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. പിന്നെ ആൾ എണീച്ച് ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. ചോറ് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവൾക്ക് റാഗി ആക്കി പെട്ടെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഷുട്ടൂവിനെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇവിടെയും എൻ്റെ വീട്ടിലും ആകുമ്പം ഇതാണ് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ഷുട്ടൂനുണ്ടാവുക. കളിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ ഏച്ചിൻ്റെ അടുക്ക് നിൽക്കുമ്പോൾ അങ്ങനെ ആരും കുട്ടികളൊന്നുമില്ല അടുത്തൊന്നും കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് തന്നെ ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇവിടെ അവിടെ ആകുമ്പം കുറേ ആൾക്കാരുണ്ട് അവൾക്ക്. അങ്ങനെ ഷുട്ടൂൻ്റെ റാഗി റെഡി. ഇനിയിപ്പോൾ ഇത് കുടിക്കുമോയെന്നറിയില്ല. കളിക്കേണ്ട തിരക്കിന് ഉച്ചക്ക് തീരെ കഴിച്ചില്ല അല്ലേ? തീരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കൊടുക്കട്ടെ. അമ്മ ഇതോടെ ചായ വെക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു. ഞാൻ ചുട്ടൂന് റാഗിയൊക്കെ കൊടുത്തു. നമ്മൾ രാവിലെ കൊണ്ടുവന്ന പഴമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങനെ വേറെ സംഭവമൊന്നും വാങ്ങിയില്ല. പോകുമ്പം എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ബിസ്ക്കറ്റും ചായയും ഒക്കെ കുടിച്ച് സെറ്റായി. ഇനിയിപ്പോൾ ചുട്ടൂന് പോയി കുളിപ്പിക്കണം. അവൾ തകൃതിയായിട്ട് കളിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളെയും കൂട്ടി മേലെ റൂമിൽ പോയിട്ടാണ് അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയത്. അല്ലാണ്ട് അവൾ വരില്ല എന്ന് ഉറപ്പായിരുന്നു. ഏച്ചി ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കുളിപ്പിക്കാൻ പോകുമായിരുന്നു. അവരുള്ളത് കൊണ്ട് നല്ല സ്മൂത്തായിട്ട് ഭയങ്കര സന്തോഷത്തിലും കുക്കി വിളിയിലുമാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത്. ചുട്ടു കുളിച്ചെന്ന് പറഞ്ഞട്ടെ. ചുട്ടു കുളിച്ച് പറ. എന്ത് ചുട്ടു കാണുന്നില്ല, അന്വേഷിച്ചിനെ കാണുന്നില്ല. തപ്പി നോക്കിയ കണ്ടേ. ആന ഷുട്ടൂപ്പിനെ എല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞ് നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുട്ടപ്പൻ കുളിക്കാൻ പോയിട്ടുണ്ട്. ഷുട്ടു ചേച്ചിമാരുടെ കൂടെ താഴെ പോയിട്ടുണ്ട്. ഭയങ്കര കളിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണെന്ന് ഓളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്നറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാ പ്രശ്നം. കുട്ടികളുള്ളതുകൊണ്ട് പിന്നെ തിരിച്ച് വരാൻ പണിയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇവിടെ. നമ്മളെല്ലാവരും തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകാൻ നോക്കട്ടെ. ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും നമ്മളിതാ കെട്ടുമുട്ടും വട്ടമൊക്കെ എടുത്ത് പോകാൻ വേണ്ടി റെഡിയായി ഇരിപ്പുണ്ട്. ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോകണം. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യും പെയ്യാതിരിക്കാം, അങ്ങനെ ഒരു ഓള് മടി കയറി കുത്തിരിക്കുന്നു. എന്താ ചെയ്യ, നമ്മൾ പോവാന് ഗാഷറിച്ചിട്ടു നമ്മൾ പോന്നാണ്. വാവക്ക് പറയാ അച്ഛപ്പ വരട്ടെ. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരൂന്ന് പറ. 2 days കഴിഞ്ഞിട്ട് വരാന്ന് തന്നെ. 2 days കഴിഞ്ഞിട്ട് വരാം. ബായ് പറ. ഇതാണ് ഷുട്ടു അവിടെ പോയി ഇവരെ കൂടെയുള്ള കളിച്ചാലുള്ള മെയിൻ പ്രശ്നം. പിന്നെ അവർ വരികയില്ല. അവിടുന്ന് പോരാനുള്ള ഒരു മൂടേ ഉണ്ടാവില്ല ആൾക്ക്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് എന്താ പറയുക, കാറിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടേക്ക് പുറത്ത് ചാടാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഗ്ലാസ് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ബായ് പറഞ്ഞിട്ട് തീരുന്നുണ്ടായിട്ടില്ല. അതിനിതാ നമ്മൾ ഇറങ്ങി. നല്ല മഴയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് തന്നെ നന്നായിട്ടൊരു മഴയൊക്കെ കിട്ടി നമുക്ക്. അങ്ങനെ മഴയൊക്കെ പെയ്ത് നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് മഴയൊക്കെ ചാറി ഇങ്ങനെ നല്ലൊരു വൈബിൽ ഇങ്ങനെ പോയി. നമ്മൾ പോകുന്ന സമയത്ത് കൈനാട്ടിലുള്ള ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കയറി ഒന്ന് ചായ കുടിക്കാം, എങ്ങനെയുണ്ട് ചായയും പരിപാടിയൊക്കെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറി ചായയും കട്ട്ലറ്റും കുടിച്ചു. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടായിന്. അമ്മേനെ വീട്ടിലവിടെ ഇറക്കി നമ്മൾ നേരെ പിന്നെയും അഴിയൂർ പോകേണ്ട ആവശ്യമുണ്ട്. അമ്മേൻ്റെ ഗുളികയെല്ലാം വാങ്ങണം. അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ ആദ്യം വണ്ടിയിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുള്ളത്. പോയിട്ട് വാങ്ങിയിട്ട് വരട്ടെ. ഇവരിന്നും തുറന്നിട്ടില്ലല്ലോ. അപ്പൊ ഓ ശരിയല്ലേ. അപ്പൊ
ഇത്ര വീതി ശരിയാ, നമ്മൾ നടുക്കൂടെയല്ലേ പോക്കല്ലേ, നടുക്ക് മാന്തിയതല്ലേ ആദ്യത്തെ റോഡ് പണി എടുക്കുന്നതുകൊണ്ട് മൊത്തമായിട്ട് മാറിക്കിടക്കുമായിരുന്നു സംഭവം. അപ്പോൾ കുഞ്ഞിപ്പള്ളിയിലുള്ള റോഡിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. കുഞ്ഞിപ്പള്ളിയിൽ അവരുടെ കല്ലറൻ്റെ പകുതി ഭാഗവും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനാണ് നിങ്ങളിപ്പോൾ കേട്ടത്. പ്ലീസ് ഡോണ്ട് മൈൻഡ്. അങ്ങനെ നമ്മൾ അമ്മേൻ്റെ മരുന്നൊക്കെ വാങ്ങിച്ചു, നീതി മെഡിക്കൽസിൽ നിന്നെല്ലാം വാങ്ങി സാധനം കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയി ഷുട്ടൂന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു, അവളുടെ ജ്യൂസിൻ്റെ സംഭവങ്ങളും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. കുഞ്ഞിപ്പള്ളി തന്നെയുള്ള ഒരു ഫ്രൂട്ട്സ് കടയായത്. നമ്മുടെ ഹെൽത്തിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് വരും. ഈ സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് പറയുന്നതാണ്. അപ്പോൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഇനിയിപ്പോൾ പോയിട്ട് ചപ്പാത്തി ആക്കാനുള്ളൊരു മൂഡില്ല. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വാങ്ങി. അച്ഛൻ തരും, ഫോൺ തരും. ഇനിയിപ്പം നമ്മൾ രാത്രി പോയിട്ട് ആദ്യം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചു. നമുക്ക് ഷവർമ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകും. അല്ലേ ചുട്ടാ? അങ്ങനെ ഇതാ നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ വാങ്ങിയ ഷവർമ കഴിക്കണം, പിന്നെ ചുട്ടൂൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം. അതേ ഇപ്പോൾ ഉള്ളൂ. ഇനിയൊന്ന് റിലാക്സ് ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഫുഡും കഴിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പം എന്തായാലും ഫുഡ് കഴിക്കുന്നത് അപ്പം എടുക്കാം. അങ്ങനെ നമ്മൾ വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഷവർമ എല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അച്ഛൻ നമ്മൾ കട്ട്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ചായ കുടിക്കുന്ന സമയത്ത്. അപ്പോൾ അത് അച്ഛൻ കഴിച്ചുകൊണ്ട് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. ഷുട്ടൂന് ഷവർമ അങ്ങനെ കൊടുക്കാറില്ല. അവൾ അതിൻ്റെ ഉള്ളിലത്തെ നല്ല പീസ് ഓഫ് ചിക്കൻ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഇട്ട് കൊടുക്കും. അത് കുറച്ച് കഴിക്കും. അതും ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല ചിക്കന്. എന്നിട്ട് ഇതാ ഇപ്പം ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പരിപാടിയൊന്നുമില്ല. ഇതാ ആൾ ഫുൾ ടൈം സ്വിങ് ആയിട്ട് ഇങ്ങനെ കളി തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഇനിയിപ്പം മുട്ട കൊടുക്കണം. കുറച്ച് ചിക്കൻ പീസ് കഴിച്ചുകൊണ്ട് ഞാൻ അപ്പം അവിടെ ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. ഇനി കുറേ നേരം കളിച്ച് എപ്പോഴത്തെ പോലെ തന്നെ പോയി കിടന്നുറങ്ങുക, അതേ ഉള്ളൂ. പിന്നെ ഇനി കുറച്ച് പണി ബാക്കിയുള്ളത് ഇനി ഇവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മളെ ഫ്രൂട്ട്സൊക്കെ അവിടെ വെച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് എടുത്ത് ക്ലീനപ്പ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മളൊരു 9 മണി 9:30 ആയപ്പോൾ ഷുട്ടൂന് മുട്ട കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടെ കിച്ചണിലേക്ക് വന്നു. ആളെന്താണ് വലിക്കാൻ കിട്ടുമെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചൂടായതുകൊണ്ട് ഞാൻ പാമ്പസ് മാത്രം ഇട്ട് കൊടുത്തു കേട്ടോ. ഭയങ്കര ചൂടല്ലേ. അങ്ങനെ ഷുട്ടൂപ്പി മുട്ടയൊക്കെ കഴിച്ചു. പിന്നെ അവൾക്ക് രാത്രി മുട്ട ആണ് കൊടുത്ത്. നേരത്തെ ആക്കി വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ രാത്രി ഞാൻ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഷുട്ടൂനെ വിളിക്കുന്ന, അച്ഛമ്മ വിളിക്കുന്ന, ചെല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാനപ്പോൾ ഷുട്ടൂൻ്റെ നേരത്തെ വാങ്ങിച്ച ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ കുറേ നേരം അവളുടെ കൂടെ കളിക്കുക, പോയി കിടന്നുറങ്ങുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് സെറ്റാക്കി. ഷുട്ടൂൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് അവളൊന്ന് ക്ലീനപ്പ് ആക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതാ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് മര്യാദയ്ക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. സിട്രസും പിന്നെ വാട്ടർമെലൺ, പിന്നെ കുറച്ച് ഉറുമാമ്പഴം, പിന്നെ കുറച്ച് മറ്റേ പച്ചമുന്തിരി, അതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സിട്രസൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചമുന്തിരി ഇപ്പോൾ അവൾ കുറച്ച് കഴുകി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പെറുക്കി തിന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അല്ലാണ്ട് അവളങ്ങനെ കഴിക്കില്ലായിരുന്നു. അവൾക്ക് ഇങ്ങനെ അധികം പുളിയുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇത് കഴിക്കുന്നത് ഇപ്പോൾ കണ്ടതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പൊമഗ്രാനൈറ്റ് ഉപ്പം കുറച്ചിങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അവൾ കഴിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ സെപ്പറേറ്റ് ആയിട്ട് വെക്കുമായിരുന്നു. അപ്പോൾ ഞാനിത് എടുത്തു വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആൾ പച്ചമുന്തിരി കണ്ടിട്ട് വാവക്ക് വേണം എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചതിൻ്റെ ബാക്കിയുള്ളത് കുറച്ച് കഴുകി അമ്മകളുടെ ബൗളിലാക്കിയിട്ട് ആൾക്ക് കൊടുത്തു. അങ്ങനെ അതും ആണ് അവൾ ഇന്ന് ഈവനിങ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇനിയിപ്പോൾ കഴിക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ മുട്ടയും പിന്നെ നമ്മുടെ മുന്തിരിയൊക്കെ കൊടുത്ത് സൈഡാക്കി. പിന്നെ രാത്രി മൊത്തം എന്തായാലും പാലുകൂടി ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം നിർബന്ധിച്ചില്ല വേറൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ ഉണ്ടായത്. ഫ്രിഡ്ജ് ഓപ്പൺ അല്ലല്ലോ. അങ്ങനെ ഇന്നത്തെ നമ്മൾ ഒരു ദിവസം ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ബ്രഷ് ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ പോയി കിടന്നുറങ്ങണം, അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് അവർ വീഡിയോ. എന്തായാലും എല്ലാവരും വീഡിയോ കാണുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.